വീട്ടിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതുണ്ടാക്കാനായിട്ട് ആദ്യം ബെല്ലപ്പാവ് കാച്ചിയെടുക്കണം. 1/2 കിലോനോളം ബെല്ലം എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഈ നീളത്തിൽ ഈ കനത്തിൽ വേണം കഷ്ണങ്ങളാക്കി എടുക്കാൻ. എന്നിട്ട് ഒരു പാനിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുക. അതിലേക്ക് കടുക് പൊട്ടിച്ചതിന് ശേഷം വലിയ ജീരകം 2 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് കായപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കണം. 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏകദേശം 4 to 5 മിനിറ്റ് വേവിച്ചെടുക്കുക. മാങ്ങ വെന്ത് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്ന വരെ വേവിച്ചെടുക്കണം. അതുപോലെ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ പഞ്ചസാര പാവ് കാച്ചി വെച്ചത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ ആലു പൊറോട്ട, ചപ്പാത്തി, ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. 1 മാസം വരെ